Good morning, all. In this video, we are moving towards the second part of the poem, The Wreck of the Titanic. So, in this video, we will be discussing stanzas 5 to 10. Before that, we can have a recap of the part 1 video. So, the poem, The Wreck of the Titanic, is written by the American poet Benjamin Peck Keith. And this poem depicts the role of human courage and kindness in saving the lives of others at a decisive moment. And the sinking of the Titanic is an unforgettable tragedy in the history of mankind. So, this is a British vessel, and it launched its first journey with more than 2,000 passengers and crew on board from Southampton. And the passengers were extremely happy and they enjoyed the voyage through the calm and quiet sea. The ship was steered by Captain Smith, a great man of courage, but its journey ended up in a great disaster. As the first voyage was speeding, it met with an unpredictable accident. The ship struck with a gigantic ice mountain or iceberg, and it shivered from stem to stern, and it rapidly sank. ഇത്രയുമായിരുന്നു നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ആൻഡ് ഇനി കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഷിപ്പിലുള്ള ഓരോരുത്തരും ഈ ഒരു ആക്സിഡൻറ്റിനോട് റെസ്പോണ്ട് ചെയ്തത്. ക്യാപ്റ്റനും ക്രൂ മെമ്പേഴ്സും ഒക്കെ എന്ത് ചെയ്തു? അവർ വെറുതെ ഇരുന്നോ, അതോ അവർ നല്ല കറേജസ് ആയിട്ട് ഹീറോയിക്കായിട്ട് അവരെന്തെങ്കിലും ചെയ്തോ, ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തോ എന്നാൽ നമുക്ക് നോക്കാം. മൂവിങ് ടു ദ ഫിഫ്ത്ത് സ്റ്റാൻസ. Then Captain Smith, her commander brave, thought no one moment his own life to save, but stood on the bridge calling out to the crew, "Remember your country, be British, be true." And England and Ireland and Scotland and Wales proved there to the world their valour never fails. The women and children first was their cry, and every one of the crew stood by. And the boats were lowered and sent away, that cut off all hope save eternity. And the Titanic sank from sight beneath the sea, while her bands played, "Nearer, my God, to thee." So, in this stanza, the poet describes how Captain Smith never thought about saving himself, but rather told his crew to be as noble as the British were known to be. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാപ്റ്റൻ സ്മിത്ത് ഒരു ബ്രേവ് ആയിട്ടുള്ളൊരു കമാൻഡറിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ ക്രൂവിനോട് കോൾ ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. "റിമെമ്പർ യുവർ കൺട്രി, ബി ബ്രിട്ടീഷ്, ബി ട്രൂ." നീ നിൻ്റെ നിങ്ങൾ ബ്രിട്ടൻ എന്ന് പറയുന്നത് കുറേ എക്സ്പ്ലറേഷനും അതേപോലെ അഡ്വഞ്ചറിനൊക്കെ പേര് കേട്ട നാടാണ്. നമ്മളെപ്പോലുള്ള ഒരുപാട് രാജ്യങ്ങളെ അവർ കോളനി ആക്കിയതാണ്. ഷിപ്പും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോപ്പർ ട്രാൻസ്പോർട്ട് ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ലോകം കീഴടക്കിയവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള നോബിളായിട്ടുള്ള ബ്രിട്ടീഷിൻ്റെ പേര് കാക്കണം. ബി ട്രൂ. അപ്പോൾ എന്ന് വെച്ചാൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കറേജസ് ആയിട്ട് ചെയ്യണം. ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ഷിപ്പ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ യു ഷുഡ് പെർഫോം ആക്ട്സ് ഓഫ് ബ്രേവറി. ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഹ്വാനത്തോടു കൂടി ക്യാപ്റ്റൻ സ്മിത്ത് അദ്ദേഹത്തിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെ സേവ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടന്നു. അടുത്ത സ്റ്റാൻസ. "And England and Ireland and Scotland and Wales proved there to the world their valour never fails. The women and children first was their cry, and every one of the crew stood by." ഇംഗ്ലണ്ട് നമുക്കറിയാം, ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അതൊരു രാജ്യമാണ്, പക്ഷെ അത് കുറേ ഐലൻഡുകൾ കൂടി ചേർന്നിട്ടുള്ളൊരു യൂറോപ്യൻ കൺട്രിയാണ്. അപ്പോൾ ബ്രിട്ടൻ ഉണ്ടാക്കിയിരിക്കുന്ന കുറേ ഐലൻഡ് ചേർത്ത് വെച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, ആ ഐലൻഡ്സാണ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ്. ഈ 4 ഐലൻഡ്സ് ചേർത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഐലൻഡ് നേഷനാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് ബ്രിട്ടൻ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നില്ലേ? എലിസബത്ത് സെക്കൻഡിൻ്റെ മരണം, അതേപോലെ ചാൾസ് തേർഡ് മൊണാർക്ക് ആയതുമൊക്കെ. അപ്പോൾ ആ ബ്രിട്ടനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ടൈറ്റാനിക് ഒരു ബ്രിട്ടീഷ് വെസലായിരുന്നു എന്നും പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പം "ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ് പ്രൂവ് ദെയർ ടു ദ വേൾഡ് ദെയർ വാലർ നെവർ ഫെയിൽസ്." ബ്രിട്ടൻ്റെ ശൗര്യം ഒരിക്കലും അടങ്ങുന്നില്ല
എന്നവർ വേൾഡിനോട് പ്രൂവ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർ നല്ല കറേജസ് ആയിട്ട് ഫൈറ്റ് ചെയ്തു. ദ വിമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ആ ടൈറ്റാനിക് മുങ്ങുന്ന കപ്പലിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്യേണ്ടുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് എന്നുള്ളതായിരുന്നു അവരുടെ ക്രൈ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോഗൻ പോലെ. ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും രക്ഷപ്പെടുത്തുക. ആൻഡ് എവ്രി വൺ ഓഫ് ദ ക്രൂ സ്റ്റുഡ് ബൈ. ഓരോ ക്രൂവും അവരെ സേവ് ചെയ്യണം എന്നല്ല, അതിലത്തെ കുട്ടികളെയും സ്ത്രീകളെയും സേവ് ചെയ്യണം എന്നുള്ള ആ ഒരു കൂട്ടായിട്ടുള്ളൊരു എഫേർട്ടിൽ കൂടി അവർ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് ദേ പ്രൂവ് ടു ദ വേൾഡ് ദാറ്റ് ദെയർ വാലർ നെവർ ഫെയിൽസ്. ബ്രിട്ടൻ്റെ വാലർ ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്നവർ വേൾഡിനോട് പ്രൂവ് ചെയ്തു. So in this stanza we can see that men from all British islands were present on the ship's crew and they all acted courageously. Instead of saving themselves from that dilemma, they watched over everything to evacuate women and children from the crisis. And the next stanza, and the boats were lowered and sent away, and that cut off all hope save eternity. And the Titanic sank from sight beneath the sea, while her band played nearer my God to be. And in this stanza, the poet describes how the lifeboats were put into the waters. എങ്ങനെയാണ് ലൈഫ് ബോട്ട്സിനൊക്കെ വാട്ടറിൽ നമുക്കറിയാം, ഒരു ഷിപ്പിനകത്തിലെ ഒരു ടൈറ്റാനിക് പോലെയുള്ളൊരു വലിയ പാസഞ്ചർ ഷിപ്പിൽ ഇതുപോലെ എങ്ങാനും സിങ്ക് ചെയ്യുവാണെങ്കിൽ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് ബോട്ട്സൊക്കെ അതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ലൈഫ് ബോട്ട്സൊക്കെ എങ്ങനെ വാട്ടറിലോട്ട് ഇട്ടു എന്നൊക്കെയാണ് ഈ സ്റ്റാൻസിൽ പറയുന്നത്. ആൻഡ് ദ ബോട്ട്സ് വെയർ ലോവേർഡ് ആൻഡ് സെൻഡ് അവേ. അങ്ങനെ സെൻഡ് അവേ ചെയ്ത ലൈഫ് ബോട്ട്സിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? സ്ത്രീകളും കുട്ടികളും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയി. പക്ഷേ ആ ഷിപ്പിലുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേ വേ കട്ട് ഓഫ് ഫ്രം ഓൾ ഹോപ്പ് എക്സെപ്റ്റ് എറ്റേണിറ്റി. അവർക്ക് ആർക്കും ഇനി ഒരു പ്രതീക്ഷയില്ല. കാര്യം സിങ്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദർ ആർ നോ മോർ ലൈഫ് ബോട്ട്സ്. അപ്പോൾ അവർ മരിക്കും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. അപ്പോൾ അവരെല്ലാ പ്രതീക്ഷകളും അറ്റു, എക്സെപ്റ്റ് എറ്റേണിറ്റി. അവർക്ക് മനസ്സിലായി ഇനി അവർക്ക് ഒരു ജീവിതമില്ല, പക്ഷേ ആഫ്റ്റർ ലൈഫ് മാത്രമേ ഉള്ളൂ. മരണത്തിന് ശേഷമുള്ള എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്കുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. എന്ന് വെച്ചാൽ ഇനി നോ മോർ ഹോപ്പ് അല്ലെങ്കിൽ നോ മോർ ലൈഫ് എന്നുള്ളൊരു കാര്യം അവർക്ക് ഉറപ്പായി. ഇവിടുത്തെ സേവിൻ്റെ മീനിങ് കാത്തു സൂക്ഷിക്കുക എന്നുള്ള സേവ് അല്ല, എക്സെപ്റ്റ് എന്ന EXCEPT. അതാണ് അവർക്ക് പ്രതീക്ഷ ഒന്നുമില്ല, എക്സെപ്റ്റ് എറ്റേണിറ്റി. എങ്ങനെ മരണത്തിന് ശേഷമുള്ള ആ ഒരു നിത്യമായിട്ടുള്ളൊരു കാര്യം മാത്രമേ അവർക്ക് ഉറപ്പുള്ളൂ, അല്ലാതെ ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ പറ്റി അവർക്ക് ഒരു ഹോപ്പും ഇല്ല. ആൻഡ് ദ ടൈറ്റാനിക് സാങ് ഫ്രം സൈറ്റ്, കംപ്ലീറ്റ്ലി മുങ്ങിപ്പോയി. ബെനീത്ത് ദ സീ, അപ്പസ്ട്രോഫി NEATH വായിക്കുന്നത് ബിനീത്ത് എന്നാണ്. BE അവിടെ ഇല്ല എന്നേ ഉള്ളൂ. അതൊരു പോയറ്റിക് ലൈസൻസ് ആണ് കേട്ടോ. പോയറ്റിന് ഒരു റൈം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. സോ അങ്ങനെ സൈറ്റിൽ നിന്ന് ടൈറ്റാനിക് മുങ്ങിപ്പോയി കടലിന് അകത്തോട്ട്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദ ബാൻഡ് ഓൺ ദ ടൈറ്റാനിക് വേ പ്ലേയിങ് എ പ്രെയർ, നിയറർ മൈ ഗോ ടു ബി എന്ന് പറയുന്നൊരു പ്രെയർ അവർ ബാൻഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ശരിക്കും എന്ത് ഒരു ഓഫുള്ളായിട്ടുള്ളൊരു സൈറ്റാണ് അല്ലേ അത്. ഒരു മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഗോഡിൻ്റെ അടുത്ത് ആ ഒരു പാട്ട് പാടുവാണ്, നിയറർ മൈ ഗോ ടു ബി, ദൈവമേ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു സോങ് അവർ ബാൻഡ് ഗ്രൂപ്പ് ഓഫ് മ്യൂസിഷ്യൻസ് പ്ലേ ചെയ്യുകയും ചെയ്തു അന്നേരം. മൂവിങ് ടു ദ നെക്സ്റ്റ് ആൻസേഴ്സ്. Was there ever a scene so awfully grand as that sinking ship with her playing band? All glory to Smith and the Titanic's men. They bring Trafalgar's heroes to memory again. And that heart-thrilling tale of the Alamo and the last grand charge at Waterloo. And that charge of the Light Brigade as well. And Jim Bloodsoe's act on the Prairie Belle. And with these down the corridors of old time, the Titanic story shall sound sublime. For never was courage more noble and true than was shown on that night by the Titanic's crew. ഈ 3 സ്റ്റാൻസയിലും നമുക്ക് കാണാൻ പറ്റുന്നത് the heroism of Captain Smith and his crew is compared to that of great historical events.
ഒരുപാട് പ്രധാനമായിട്ടുള്ള കുറച്ച് ഇവൻസുമായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെയും പ്രവൃത്തികളെ കമ്പയർ ചെയ്യുവാണ് ഈ 3 സ്റ്റാൻസയിലും ചെയ്തിരിക്കുന്നത്. ആദ്യം ചോദിക്കുന്ന, വാസ് ദെയർ എവർ എ സീൻ സോ ഓഫ്ലി ഗ്രാൻഡ് ആസ് ദാറ്റ് സിങ്കിങ് ഷിപ്പ് വിത്ത് ഹെർ പ്ലേയിങ് ബാൻഡ്. നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ മുന്നത്തെ സ്റ്റാൻസയിൽ. വെൻ ദ ടൈറ്റാനിക് വാസ് സിങ്കിങ് ഫ്രം സൈറ്റ് ബെനീത്ത് ദ സീ ദ ബാൻഡ് മെമ്പേഴ്സ് പ്ലേഡ് പ്രെയർ നിയറർ മൈ ഗോഡ് ടു ദി. നമ്മുടെ പോയിട്ട് ചോദിക്കുവാണ്, ഇതിലും ലൈക്ക് ഓഫ്ലി ഉള്ളൊരു സൈറ്റ് വേറെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതിന് മുന്നുള്ള സ്റ്റാൻസുകളിൽ നമ്മൾ കണ്ടതാണ് ക്രൂ മെമ്പേഴ്സും അതേപോലെ അതിലത്തെ പാസഞ്ചേഴ്സും എല്ലാവരും കൂടി അവർ മൊത്തത്തിൽ ഒരു തീരുമാനം എടുത്തതാണ്, ദ വിമൻ ആൻഡ് ചിൽഡ്രൻ ഷുഡ് ബി എവാക്വേറ്റഡ് ഫസ്റ്റ്. അങ്ങനെ അവർ പോകുന്നു, പക്ഷേ ഇവരുടെ ഷിപ്പ് മുങ്ങിപ്പോകുന്നു. ആലോചിച്ച് നോക്കിയേ, അവർക്ക് എന്ത് കറേജസ് ആണെന്ന് ആലോചിച്ചേ. ആൻഡ് അങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ടും അല്ല, അവർ ഒരു പ്രെയർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഹൗ കറേജസ് ദേ ആർ. അപ്പോൾ അതിനെയാണ് നമ്മുടെ ഓതർ ചോദിക്കുന്നത്. ഇതുപോലെ ഇത്രയും ഒരു മുങ്ങാൻ പോകുന്ന കപ്പലിൽ ബാൻഡ് പ്ലേ ചെയ്ത് അത്ര കറേജസ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു രംഗത്തിനെയാണ് അദ്ദേഹം ഓഫ്ലി ഗ്രാൻഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഓഫിൾ എന്ന് പറഞ്ഞാൽ അൺപ്ലസൻ്റ് എന്ന, ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നല്ല മജസ്റ്റിക്, മാഗ്നിഫിസൻ്റ് എന്നൊക്കെയാണ്. ശരിക്കും ദാറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഓക്സിമോറോൺ. വിക്ടിം എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഓഫ്ലി ഗ്രാൻഡ് ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഓക്സിമോറോൺ. അപ്പോൾ അതിനൊരു ഓഫ്ലി ഗ്രാൻഡ് സീനായിട്ടാണ് പറയുന്നത്. ആൻഡ് അവിടെ ഇരിക്കുന്ന മറ്റേ ഷിപ്പ് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾ ഗ്ലോറി ടു സ്മിത്ത് ആൻഡ് ദ ടൈറ്റാനിക്സ് മെൻ, ദേ ബ്രിങ് ട്രഫാൽഗേഴ്സ് ഹീറോസ് ടു മെമ്മറി അഗെയിൻ. ഇനി അവിടെ പറയുന്നത് ഒരു ബാറ്റിൽ ഓഫ് ട്രഫാൽഗർ, അതേപോലെ ബാറ്റിൽ ഓഫ് അലോമോ, ദെൻ ബാറ്റിൽ ഓഫ് വാട്ടർലൂ, പിന്നെ ദ ബാറ്റിൽ ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ്, പിന്നെ ജിം ബ്ലെഡ്സോസ് ആക്ട് ഓൺ പ്രയറീസ് ബെൽ. ഇതെല്ലാം തന്നെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ആൾക്കാർ ബ്രിട്ടൻ വളരെ കറേജിയസ് ആയിട്ട് നിന്ന യുദ്ധങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മെമ്മറി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതേപോലെ കറേജിയസ് ആയിട്ടാണ് ഈ ടൈറ്റാനിക്കിലെ ക്യാപ്റ്റനും ക്രൂ മെമ്പേഴ്സും പെർഫോം ചെയ്തത് എന്നുള്ളതാണ് അത്രയും സ്റ്റാൻസയുടെ മീനിങ്. മൂവിങ് ടു ദ ലാസ്റ്റ് സ്റ്റാൻസ. ആൻഡ് വിത്ത് ദീസ് ഡൗൺ ദി കൊറിഡോർസ് ഓഫ് ഓൾ ടൈം ദ ടൈറ്റാനിക് സ്റ്റോറി ഷാൽ സൗണ്ട് സബ്ലൈം. For never was courage more noble and true than was shown on that night by the Titanic's crew. നമ്മുടെ ഓതർ ബെഞ്ചമിൻ പെക്കേത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എത്ര സമയം മുന്നോട്ട് പോയാലും ടൈറ്റാനിക്കിൻ്റെ ക്രൂവിൻ്റെയും ക്യാപ്റ്റൻ്റെയും ഒക്കെ കറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോബിൾ ആൻഡ് ട്രൂ. അതൊന്നും ഒക്കെ അൺപാരലൽഡ് ആണ്, അല്ലെങ്കിൽ ഇർറീപ്ലേസബിൾ ആണ്. വേറൊരു ആക്ട് ഓഫ് കറേജ് വരുമ്പോഴത്തേനും ഇത് മാറിപ്പോകത്തില്ല. അത്രയും അൺപാരലൽഡായിട്ട് അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ഓഫ് കറേജാണ് അന്ന്, അല്ലെങ്കിൽ ആക്ട് ഓഫ് ബ്രേവ്നെസ്സോ കറേജോ ഒക്കെയാണ് അന്ന് രാത്രി ടൈറ്റാനിക്കിൻ്റെ ക്രൂ പെർഫോം ചെയ്തത്. സോ ഈ ഒരു സ്റ്റോറി ഇറ്റ് ഷുഡ് സൗണ്ട് സബ്ലൈം. ശരിക്കും ശ്രേഷ്ഠമായ ഒരു സ്റ്റോറി തന്നെയാണ് ടൈറ്റാനിക്കിൻ്റേത്. ഈവൻ ദോ ഇറ്റ് മെറ്റ് എ ട്രാജഡി, ഇത് കുറേ ഇറ്റ് നീഡ്സ് ടു ബി ഗ്ലോറിഫൈഡ് എന്നുള്ളതാണ് ഓതർ പറഞ്ഞു വെക്കുന്നത്. പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈവൻ ദോ ഇറ്റ് ഈസ് എ ട്രാജഡി, ദ റെക്ക് എക്സ്പോസ് സം ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡീഡ്സ് ഓഫ് ഹീറോയിസം ആൻഡ് കറേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ഇത്രയും ട്രാജിക്കായിട്ടാണ് ഇത് അവസാനിച്ചെങ്കിൽ പോലും എല്ലാവരും വളരെ ബ്രേവായിട്ട് ഫെയ്റ്റിനോട് ഫൈറ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ഈ പോയത്തിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ ബ്രേവറിയാണ്. ഹൗ ദ ക്രൂ മെമ്പേഴ്സ് ആക്റ്റഡ് വെൻ ദ ഷിപ്പ് വാസ് സിങ്കിങ് എന്നുള്ളതാണ്. പിന്നെ പേട്രിയോട്ടിസം ഉണ്ട്, അതേപോലെ ബ്രിട്ടീഷ് വാലർ ആൻഡ് ഗ്രാൻഡർ ഉണ്ട്, പിന്നെ ഒബ്വിയസ്ലി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ പോയം ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്.